ഓരോ ദിവസവും വരുന്ന വാർത്തകളൊക്കെ അത്ര ശുഭകരമല്ല. മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നാം വായിച്ചും കണ്ടും കേട്ടും അറിയുന്നത്. സഹോദരങ്ങൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ, സഹപാഠികൾ തമ്മിലൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങൾ, വൈരാഗ്യം കൊലപാതകത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിരന്തരം വൈരാഗ്യത്തോടെ യേശുവുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ഫരിസേയരെ കുറിച്ചാണ്. ഈ തർക്കവും വൈരാഗ്യവും അവസാനം യേശുവിൻ്റെ മരണത്തിലാണ് എത്തിച്ചേരുന്നത് എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ കായേൻ ആബേലിനോട് വൈരാഗ്യത്തോടെ കയർത്ത് അവനെ കൊല്ലുന്നതായി നാം വായിക്കുന്നുണ്ട്. കായേന്റെ ഉള്ളിൽ മുളയെടുത്ത വൈരാഗ്യം തർക്കമായി മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകത്തിൽ എത്തുന്നു. നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം ഉടലെടുക്കുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, അത് നമ്മെ സഹോദരന്റെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. വൈരാഗ്യവും തർക്കങ്ങളുമില്ലാതെ ജീവിക്കാൻ, എളിമയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ജീവിതം നയിക്കാൻ നാം പരിശ്രമിക്കാറുണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.